മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മളിൽ നിന്ന് പല ആളുകളും ഉളുഹിയത്ത് അറുക്കാറുണ്ട്. ഇങ്ങനെ ഉളുഹിയത്ത് അറുക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. കാരണം ഉളുഹിയത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. ഉളുഹിയത്ത് അറുക്കുന്നതിന് ഒരുപാട് കൂലിയുണ്ട്. അത് മുഅക്കദായ സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ അത് നിർബന്ധമാണ് എന്നും പറയുന്നുണ്ട്. ഒരുപാട് കൂലിയുള്ള സംഗതിയാണ്. സാധിക്കുന്നവരൊക്കെ അത് അറുക്കാൻ ശ്രമിക്കണം. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ നേരത്തെ കഴിഞ്ഞുപോയി. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ സംശയമാണ്, അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആരാണോ മരണപ്പെട്ടു പോയവർ, അവരുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അടിസ്ഥാനപരമായി നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മരണപ്പെട്ടു പോയവരുടെ പേരിൽ അത് ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ആരുമാവട്ടെ, ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ ഒരാൾ ഉളുഹിയത്ത് അറുക്കണമെങ്കിൽ ആ വ്യക്തി വസിയത്ത് ചെയ്തിരിക്കണം. അയാളുടെ ഹയാത്ത് കാലത്ത് അയാൾ വസിയത്ത് ചെയ്താൽ, ആ വസിയത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഉളുഹിയത്ത് അയാളുടെ പേരിൽ അറുക്കാൻ പറ്റുകയുള്ളൂ. വിശദീകരണം വരുന്നുണ്ട്, ഫുള്ളായിട്ട് കേൾക്കണം. ഒരാൾ മരണപ്പെട്ടു, എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. ഒരാൾക്ക് നിർബന്ധമായ ഹജ്ജ് ഉണ്ടായിരുന്നു, അത് അയാൾ ചെയ്യാതെ സാധിക്കാതെ അയാൾ മരണപ്പെട്ടു പോയി. എന്നാൽ അയാളുടെ അനന്തരാവകാശികൾ ആരാണോ അവർ ആ സ്വത്ത്, അയാളുടെ സ്വത്ത് വീതിക്കുന്നതിന് മുമ്പ് ഈ നിർബന്ധമായ ഹജ്ജ് ചെയ്തിരിക്കണം. നിർബന്ധമായ അയാളുടെ ഹജ്ജ് വീട്ടിരിക്കണം. അതിന് വസിയത്തിൻ്റെ ആവശ്യമില്ല. സക്കാത്തും ഇങ്ങനെ തന്നെയാണ്. വസിയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് സക്കാത്ത് ഉണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു, അയാൾ കൊടുത്തില്ല, പക്ഷേ അയാൾ മരണപ്പെട്ടു പോയി. എന്നാൽ ആ സക്കാത്ത് വീട്ടണം, അയാളുടെ സ്വത്തിൽ നിന്ന് വീട്ടണം. അതിനുശേഷം മാത്രമേ അനന്തര സ്വത്തുകളൊക്കെ വീതിച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ സ്വതക്ക, ഒരു മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യണമെങ്കിൽ അതിനും ആ മരണപ്പെട്ടു പോയ വ്യക്തി വസിയത്ത് ചെയ്യണമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെയാണ്. എന്നാൽ ഈ ഉളുഹിയത്ത് അങ്ങനെയല്ല. ഒരാൾ അയാളുടെ പേരിൽ ഉളുഹിയത്ത് അറക്കണമെങ്കിൽ, അയാൾ മരിച്ചുപോയി, ഉളുഹിയത്ത് നമുക്ക് അറുക്കണമെങ്കിൽ, അയാളുടെ പേരിൽ മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കണമെങ്കിൽ അയാൾ വസിയത്ത് ചെയ്യണം. ജീവിതകാലത്ത് അയാൾ വസിയത്ത് ചെയ്യണം. അങ്ങനെ വസിയത്ത് ചെയ്തെങ്കിൽ മാത്രമേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കാൻ പറ്റുകയുള്ളൂ. വിശദീകരണം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരാൾ വസിയത്താക്കിയാൽ അയാളുടെ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സ്വത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അയാൾ സമ്മതം കൊടുത്ത വ്യക്തിയുടെ സ്വത്തിൽ നിന്നാണ് ഉളുഹിയത്ത് അറുക്കാനുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ വസിയത്ത്, ഒരാൾ മരണപ്പെട്ടു പോയ ആളുകൾ വസിയത്ത് ആക്കിയെങ്കിൽ മാത്രമേ അവരുടെ പേരിൽ ഉളുഹിയത്ത് അറുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതിയാണ്. കാരണം ഉളുഹിയത്ത് എന്നുള്ളത് ഒരു സുന്നത്തായ കർമ്മമാണ്. എല്ലാ നിയമങ്ങളും ഒരേപോലെയല്ല. അല്ലാതെ നമ്മൾ കുറേ ആളുകൾ കൊല്ലം ഇങ്ങനെ വസിയത്ത് ഉമ്മാൻ്റെ പേരിൽ ബാപ്പാൻ്റെ പേരിൽ ഇങ്ങനെ വസിയത്താക്കിയിട്ടില്ലെങ്കിൽ, വസിയത്താക്കാതെ ഉമ്മാൻ്റെ പേരിൽ ഇങ്ങനെ ഉളുഹിയത്ത് അറുക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണം. വസിയത്ത് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മയോ മരണപ്പെട്ടു പോയ വ്യക്തി അയാൾ വസിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അറുക്കുമ്പോൾ ഒരു വട്ടം അറുത്താൽ തന്നെ ആ വസിയത്ത് വീടി, അയാളുടെ പേരിൽ വസിയത്ത്, ആ ബാധ്യത വീടി. എല്ലാ കൊല്ലം അറുക്കണം എന്നില്ല. അപ്പോൾ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഉളുഹിയത്ത് കർമ്മം ചെയ്യണമെങ്കിൽ ആ വ്യക്തി അയാളെ ഹയാത്ത് കാലത്ത് വസിയത്താക്കിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാതെ ഉളുഹിയത്ത് അറുത്താൽ അത് സ്വഹിയാവുകയില്ല, ഉളുഹിയത്താവുകയില്ല. നമ്മളെ നവവി ഇമാമിൻ്റെ കിതാബ് മിൻഹാജിന് ഹാഷിയെത്തിയ ഇബ്നു ഹജർ തങ്ങളും നിഹായിലും മുഗ്നിയിലൊക്കെ പറഞ്ഞത് വലാ തജൂസു, ജായിസല്ല, അനുവദനീയമല്ല, വലാ തലവ്, അങ്ങനെ ഉളുഹിയത്താവുകയുമില്ല എന്നാണ്. അങ്ങനെ അറുത്താൽ അത് ഉളുഹിയത്താവുകയുമില്ല. എന്നാൽ പല ആളുകളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുടെ ഖബറിൽ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ആഖിറത്തിലേക്ക് കൂലി ലഭിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരാൾ അയാളുടെ സ്വന്തം സ്വന്തത്തിന് വേണ്ടി അയാൾ ഉളുഹിയത്ത് അറുക്കുക. അത് 1, 2, 3 എത്രയും കൂടാം. ഇങ്ങനെ ആ ഉളുഹിയത്ത് അറുക്കുമ്പോൾ ഒരു വ്യക്തി അയാൾ സ്വന്തം നെഫ്സിന് വേണ്ടി അറുത്തതാണ്, സ്വന്തം കാര്യത്തിന് വേണ്ടി, അയാൾക്ക് കൂലി, ആഖിറത്ത് കൂലി കിട്ടാൻ വേണ്ടി അയാൾ ചെയ്ത കാര്യമാണ്. നിസ്കരിക്കും പോലെ, നോമ്പ് നോൽക്കും പോലെ, സ്വതക്ക കൊടുക്കും പോലെ, ദാനധർമ്മം ചെയ്യും പോലെ, പാവങ്ങളെ സഹായിക്കും പോലെ, ഇങ്ങനെ അയാൾ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് അയാൾ ഉളുഹിയത്ത് അറുത്തു. ഈ ഒരു കൂലി, അയാൾക്ക് ലഭിക്കുന്ന കൂലി, അല്ലെങ്കിൽ അതിന് മിസ്ൽ സവാബ് അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരാണോ
ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ഖബറിലേക്ക് ആ വ്യക്തിയിലേക്ക് ഹദിയ ചെയ്യാം, അതിൻ്റെ സവാബിനെ ആ വ്യക്തിയിലേക്കും കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കൂലി അവർക്ക് ലഭിക്കും. ഇത് എല്ലാ വർഷവും ചെയ്യാം, എല്ലാ സൽക്കർമ്മങ്ങൾക്കും ചെയ്യാം, ഉളുഹിയത്തിനും കരുതാം. അത് പ്രത്യേകിച്ച് അവിടെ തടസ്സങ്ങളില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂലി ആ മരണപ്പെട്ടു പോയ വ്യക്തിയിലേക്ക് കിട്ടുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു വ്യക്തി, അയാൾ ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഇയാളൊരു ഉളുഹിയത്ത് ഇറക്കുമ്പോൾ അതിൻ്റെ കൂലി എന്തായാലും അയാൾക്ക് കിട്ടുമല്ലോ, അത് ഉറപ്പന്നെ. അതിൻ്റെ കൂലി എന്തായാലും അയാൾക്ക് കിട്ടും. ആ കൂലിയെ അയാൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയ ചെയ്യുക, കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മിസ്ൽ സവാബിനെ അവരിൽ ഹദിയ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കൂലി മരണപ്പെട്ടു പോയ വ്യക്തിക്ക് കിട്ടും. അതിന് അയാൾ വസീയത്ത് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഒരാൾ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ വസീയത്ത് ചെയ്യണമെന്നില്ല. അത് ആ വ്യക്തിയിലേക്ക് കിട്ടുന്നതാണ്, അയാൾക്ക് എത്തുന്നതുമാണ്. അങ്ങനെ അത് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വസിയത്താക്കിയിട്ടില്ല എങ്കിലും, മരണപ്പെട്ടു പോയ ആൾ വസിയത്താക്കിയിട്ടില്ലെങ്കിലും, അയാൾ പറഞ്ഞിട്ടില്ലെങ്കിലും, ആരാണെങ്കിലും അയാളുമായി ബന്ധമില്ലെങ്കിലും, എത്ര സുഹൃത്തുക്കളാണെങ്കിലും അവർക്കൊക്കെ നമുക്ക് ഇതിന് മിസ്ല സവാബ് കൊടുത്താൽ, അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ കൂലി അയാൾക്കും കൂടെ പങ്കാവട്ടെ എന്ന് കരുതിക്കൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ ഹദിയ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൂലി ആ വ്യക്തിക്കും മരണപ്പെട്ടു പോയ വ്യക്തിക്കും കിട്ടും. അതിന് ആ മരണപ്പെട്ടു പോയ ആൾ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. വസിയത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.